ഏറ്റവും നല്ല ധനകാര്യമന്ത്രിയായി സതീശൻ വരുന്നത് ഞാൻ വിചാരിക്കും. അതിന് കാരണം റവന്യൂ കളക്ഷനിൽ റെക്കോർഡ് ഉണ്ടാക്കാൻ പോകുന്നു. എനിക്ക് ഒരു സംശയമില്ല കാര്യം. സതീശൻ ഒരു ഫ്യൂച്ചറിസ്റ്റിക്കായ മുഖ്യമന്ത്രിയാണെന്ന് ഞാൻ കണ്ടിട്ടില്ല. അത് വലിയ പ്രതീക്ഷയാണ്. കുഴപ്പമാണത്. കാരണം യൂത്ത് വലിയ തോതിൽ സതീശനിൽ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട്. സതീശൻ കുറച്ച് ഓവർ ടോക്കിംഗ് ആണെന്ന് അഭിപ്രായമുള്ള ഒരാളാണ്. ഇത്രയൊന്നും എക്സ്പോസ്ഡ് ആവേണ്ട കാര്യമില്ല. കാര്യം പറയേണ്ടത് ആവശ്യമുള്ള കാര്യം പറഞ്ഞാൽ മതി. ആവശ്യമില്ലാത്ത കാര്യത്തിലേക്ക് പോകണ്ട. ഇപ്പൊ നിതിൻ ഗഡ്കരിയും പിണറായി വിജയനുമായിട്ട് എന്ത് അടുപ്പായിരുന്നു? നിതിൻ ഗഡ്കരി എന്ന് പറഞ്ഞാൽ RSSന്റെ ഏറ്റവും നല്ല പുത്രനാണ്. നിതിൻ ഗഡ്കരിയും പിണറായി വിജയനുമായിട്ട് എത്ര പറഞ്ഞു? അപ്പൊ അതുകൊണ്ട് പിണറായി വിജയൻ നിതിൻ ഗഡ്കരിയുടെ ആളാണെന്ന് ഞാൻ പറയില്ല. നമസ്കാരം. ഇന്ന് നമ്മുടെ അതിഥിയായിട്ടുള്ളത് ശ്രീ CR നീലകണ്ഠൻ സാറാണ്. സാർ നമസ്കാരം. നമസ്കാരം സാർ. പുതിയ മന്ത്രിസഭ അധികാരത്തിലേറിയിട്ട് 100 ദിവസങ്ങൾ പിന്നിടുകയാണ്. മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ ശ്രീ VD സതീശനെ എങ്ങനെ വിലയിരുത്തുന്നു? 5 വർഷത്തേക്ക് അധികാരമേറ്റ ഒരു മന്ത്രിസഭയുടെ 100 ദിവസം എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ ദിവസമാണ്. ഒരുപാട് പ്രതിസന്ധികളിലാണ് വന്നിട്ടുള്ള സർക്കാർ. സാമ്പത്തിക പ്രതിസന്ധി കഴിഞ്ഞ സർക്കാർ തന്നെ അംഗീകരിച്ച സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. പിന്നെ അതിനേക്കാൾ പ്രശ്നം എനിക്ക് തോന്നിയത് വലിയ പ്രതീക്ഷയാണ്. കാരണം 10 വർഷത്തെ ഗവൺമെന്റിനെതിരായി വലിയൊരു വികാരമാണ് തെരഞ്ഞെടുപ്പിൽ കണ്ടത്. നമ്മളിപ്പോൾ ഭരണവിരുദ്ധ വികാരം ഇല്ലാന്ന് പറഞ്ഞിട്ട് കാര്യം നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭരണവിരുദ്ധ വികാരം ഉണ്ടാവുമ്പോൾ അതിന് കൗണ്ടറായിട്ട് പ്രതീക്ഷകളുടെ ഒരു വികാരമുണ്ട്. ഒരുപാട് പ്രതീക്ഷകൾ സതീശൻ്റെ മേലുണ്ട്. മൂന്നാമത്തെ കാര്യം, പാർട്ടിക്കകത്ത് തന്നെ സതീശൻ ഫൈറ്റ് ചെയ്തിട്ട് വന്ന ഒരാളാണ്. അപ്പോൾ പാർട്ടിക്കാർ എത്രത്തോളം സതീശനുമായി എങ്ങനെ മുമ്പോട്ട് പോകുമെന്നുള്ളത് കാണേണ്ട ഒരു കാര്യം. നാലാമത്തെ കാര്യം, 10 വർഷം CPM ഭരിച്ചിട്ട് ഈ ഭരണചക്രമാകെ CPM-ന് പ്രത്യേക സ്വഭാവമുണ്ട്. CPM-നോട് BJP-ക്കുണ്ട്. കാരണം കാഡർ പാർട്ടിയാണ്. ഭരണത്തിലെ നിർണായക സ്ഥാനങ്ങളിൽ അവരൊരാളെ വയ്ക്കും. ഇപ്പം മാറ്റുക എന്ന് പറഞ്ഞാൽ ഇത് ആകെ മാറ്റി ഒരു ദിവസം കൊണ്ട് മാറ്റാൻ പറ്റില്ല. അപ്പോൾ ചില കാര്യങ്ങളിൽ ഈ ഗവൺമെൻറ് പോളിസി നടപ്പാക്കാൻ പറ്റാതെ പ്രശ്നം വരും. അപ്പം ഇതൊക്കെ ഞാൻ തുടക്കത്തിലുള്ള കാര്യം. ഇതൊക്കെ വെച്ചുകൊണ്ടാണ് സതീശൻ വരുന്നത്. സതീശനുള്ള ഏറ്റവും വലിയ പ്രതീക്ഷ ഒന്ന്, സതീശൻ ധനകാര്യ പദവി ഏറ്റെടുത്താണ് ഞാൻ കാണുന്നത്. ഏറ്റവും നല്ല ധനകാര്യമന്ത്രിയായി സതീശൻ വരുന്നത് ഞാൻ വിചാരിക്കും. അതിന് കാരണം റവന്യൂ കളക്ഷനിൽ റെക്കോർഡ് ഉണ്ടാക്കാൻ പോകുന്നു. എനിക്ക് ഒരു സംശയമില്ല കാര്യത്തിൽ. മാത്രമല്ല, ഇപ്പം ഞാൻ ഈ ഓണക്കാലത്ത് ശ്രദ്ധിച്ചു. ഓണക്കാലത്ത് സർക്കാർ ഇങ്ങനെ 20,000 രൂപ അഡ്വാൻസ്, 3,000 രൂപ, 5,000 രൂപ, അങ്ങനെ KSRTC-യിലെ പെൻഷൻകാർക്ക് വരെ ഫെസ്റ്റിവൽ അലവൻസ് കൊടുത്തു. ഉറപ്പായിട്ടും ഈ പണം മുഴുവൻ കമ്പോളത്തിൽ വരും. അദ്ദേഹത്തിന്റെ ഒരു തിയറി ഉണ്ട്. പലവട്ടം കറങ്ങും. ഓരോ വട്ടം കറങ്ങുമ്പോഴും ഞങ്ങൾക്ക് GST കിട്ടും. 2,000 രൂപ അങ്ങേക്ക് കിട്ടി, 5,000 രൂപ മറ്റേ കൊടുത്തു. ഇതിലൊക്കെ ഈ 18% GST പോവാണ്. എന്ന് പറഞ്ഞാൽ വരുമാനം കൂടും. വരുമാനം കൂടിയാൽ കേരളത്തിലെ ആദ്യത്തെ പ്രശ്നത്തിന് കുറേ പരിഹാരം. എങ്ങനെയാണ് ഇപ്പോൾ ലോൺ എടുക്കേണ്ടി വരും. ലോൺ എടുക്കേണ്ടെന്ന് നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷെ ലോൺ എടുത്ത് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. ഇത് റീസർക്കുലേറ്റ് ചെയ്ത് തിരിച്ച് പണം വരികയും ചുരുങ്ങിയത് ലോൺ എടുത്തതിൻ്റെ പലിശ അടയ്ക്കാനെങ്കിലും GST കിട്ടിയാൽ കേരളത്തിൻ്റെ പ്രതിസന്ധി. ഇപ്പം പലിശ അടയ്ക്കൽ തന്നെ പലിശ അടയ്ക്കാൻ കടം മേടിക്കേണ്ടി വന്ന ഗതികേടാണ് കഴിഞ്ഞ സർക്കാരിനുണ്ടായത്. ഈ 5 ലക്ഷം കോടി രൂപയുടെ പലിശ തിരിച്ചടയ്ക്കണ്ടേ? അത് തിരിച്ചടയ്ക്കണമെങ്കിൽ നിങ്ങൾ വലിയ തോതിൽ ലോൺ എടുക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഒന്നുണ്ട്. രണ്ടാമത്, സതീശൻ ഒരു ഫ്യൂച്ചറിസ്റ്റിക്കായ മുഖ്യമന്ത്രിയാണെന്ന് ഞാൻ കണ്ടിട്ടില്ല. അത് വലിയ പ്രതീക്ഷയാണ്. കുഴപ്പമാണത്. കാരണം യൂത്ത് വലിയ തോതിൽ സതീശനിൽ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് വളരെ ക്ലിയറാണ്. കാരണം ഇപ്പോഴും ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. കേവലം വികസനം എന്ന വാക്കിനപ്പുറത്തേക്ക് ഫ്യൂച്ചർ. ഇപ്പോൾ കേരളത്തിൻ്റെ യൂത്ത് പുറത്തു പോകുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. ഏജിങ് കേരള, അതിൻ്റെ ഭാഗമാണ് ഈ പറഞ്ഞ വയോജന വകുപ്പ്. വയോജന വകുപ്പ് കേരളത്തിൽ അടിയന്തരമായിട്ട് വേണം. കാരണം എന്താ വെച്ചാൽ കേരളത്തിൻ്റെ ഏജ് കൂടി വന്നുകൊണ്ടിരിക്കുക. കുട്ടികളൊക്കെ പോവുകയും ചെയ്യും. ഇവിടുത്തെ നമ്മുടെ ശരാശരി ആയുസ് കൂടും. അപ്പോൾ ആ അർത്ഥത്തിൽ വയോജന വകുപ്പ്. പിന്നെ ഇവരുടെ ഗ്യാരണ്ടി, ഇപ്പോൾ ഇന്ദിരാ ഗ്യാരണ്ടി, പ്രിയദർശിനി എന്നുള്ളത് ആളുകൾ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും ഞാൻ അതിനെ അംഗീകരിക്കുന്ന ഒരാളാണ്. ആദ്യം മുതലേ അത് വേണമെന്ന് പറയുന്ന ഒരാളാണ്. വേറെ ഒന്നുമല്ല, ഒരു സമൂഹത്തിലെ സ്ത്രീകളുടെ മൊബിലിറ്റി എന്ന് പറയുന്നത് പലതരത്തിൽ സമൂഹത്തിന് ഗുണമാണ്. സ്ത്രീകൾക്ക് കൂടുതൽ യാത്ര ചെയ്യുക. ഇപ്പോൾ സ്ത്രീകൾ ഒരുപാട് യാത്ര ചെയ്തോട്ടാണ് ഇന്ന് കുഴപ്പം. അവർ അമ്പലത്തിൽ പോകണു, പള്ളിയിൽ പോകണു, പൊക്കോട്ടെ, ഒരു പോവല്ലേ, അവർ യാത്ര ചെയ്യല്ലേ. മാത്രമല്ല, അത് KSRTC-ക്ക് എന്തോ ഭയങ്കര നഷ്ടം ഉണ്ടാക്കുന്ന ഭാഗത്ത് എനിക്കൊരു അർത്ഥമില്ല. കാരണം KSRTC ഇതുവരെ ശമ്പളവും പെൻഷനും കൊടുക്കുന്നു 160 കോടിയോളം സർക്കാർ കൊടുത്തിട്ടാണ്. തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ 40 കൂടി കൊടുത്തോന്നേ. പക്ഷേ ഈ 160 കോടി കൊടുക്കുമ്പോൾ അതിൻ്റെ ജോലിക്കാർക്ക് മാത്രമേ അതിൻ്റെ ഗുണമുള്ളൂ. ഈ 40 കോടി കൊടുക്കുമ്പോൾ ദിവസം 4 ലക്ഷം 5 ലക്ഷം ആളുകൾ സൗജന്യ യാത്ര ചെയ്യുന്നു. ഞാൻ പറഞ്ഞത് ആ അർത്ഥത്തിൽ വലിയ തോതിൽ KSRTC-ക്ക് ലാഭമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വേറെ ഒന്നുമല്ല, ഈ കാശ് കിട്ടുമല്ലോ. തീർച്ചയായിട്ടും ഈ കാശ് അവർക്ക് കിട്ടും. ഗവൺമെൻറ് കൊടുക്കുമല്ലോ. ഈ 0 ടിക്കറ്റ് അടിക്കുന്ന പൈസയ്ക്ക് ഗവൺമെൻറ് കൊടുക്കണ്ടേ? അപ്പോൾ ആ അർത്ഥത്തിൽ പിന്നെ അതുപോലെ ആശാവർക്കർമാർ, അങ്ങനെ കുറേ കാര്യങ്ങൾ, സാമൂഹ്യക്ഷേമം എന്ന നിലയ്ക്ക് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ, ആശാവർക്കർമാർ, പാചക തൊഴിലാളികൾ,
അങ്ങനെ ഒരു മാർജിനലൈസ്ഡ്. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് 350 കോടി രൂപയാണ് SC/ST അവരുടെ അലവൻസും ഇതും എല്ലാം കൂടി സ്കോളർഷിപ്പും ഹോസ്റ്റൽ ഫീസും ഒക്കെ ആയിട്ട് കൊടുക്കാനുണ്ടായിരുന്നു, സ്റ്റൈപ്പൻ്റൊക്കെ. അത് കൊടുത്തു എന്നുള്ളത്, അത് കൊടുക്കണം. കാരണം ആദ്യം ഏത് ഗവൺമെൻറ്റും ആദ്യം ചെയ്യേണ്ട കാര്യം അതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ, രോഹിത് വെമുല മുതൽ ഇങ്ങോട്ടുള്ള നിരവധി അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുള്ളതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇത് കിട്ടിയില്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. രോഹിത് വെമുല എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് കിട്ടിയാൽ ഇതിൻ്റെ ഒരു പങ്ക് ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊടുക്കാറുണ്ടെന്ന്, എൻ്റെ അനിയനെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ ഒരു സാമൂഹ്യ സാഹചര്യം. അപ്പോൾ ആ അർത്ഥത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് കൊടുത്തു. ഇപ്പോൾ ഇത്തവണ സതീശൻ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ കയ്യടി കിട്ടിയത് പൊതുവിതരണ സംവിധാനവുമായി ബന്ധപ്പെട്ട്. സാധാരണ ഇടതുപക്ഷം വരുമ്പോഴാണ് പൊതുവിതരണം നന്നാവുക. ഇവർ മാവേലി സ്റ്റോർ ഉണ്ടാക്കിയപ്പോൾ പണ്ട് വാമന സ്റ്റോർ ഉണ്ടാക്കിയിരുന്നു UDFന്റെ കാലത്ത് പണ്ടത്തെ. ഇന്നിപ്പോൾ അത് മാറി. ഇത്തവണ ഒരുപക്ഷെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത്രയും പൊതുവിതരണ സംവിധാനത്തിൽ സപ്ലൈകോയും മറ്റ് മാർക്കറ്റുകളും മണ്ഡലം തോറും മാർക്കറ്റും ആളുകളെ സംബന്ധിച്ചിടത്തോളം കിട്ടിയെന്ന് മാത്രമല്ല പലതും ഒരു ന്യായമായ വിലയ്ക്ക് സാധനം കിട്ടി. അപ്പോൾ കൈ കാശ് കിട്ടിയാൽ ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. കഴിഞ്ഞ വർഷമൊക്കെ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് സപ്ലൈകോയിൽ ഒന്നുമില്ല. അവസാനം MLA തന്നെ ഉദ്ഘാടനം ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്. കാരണം ഇത് എന്താ ഉദ്ഘാടനം ചെയ്യാനുള്ളതെന്ന് ചോദിച്ചിട്ട് MLA ഉദ്ഘാടനം ചെയ്യാമെന്ന ഭരണകക്ഷി MLA പറഞ്ഞു ഞാൻ ഇല്ലേ പരിപാടിക്ക്, അയാൾ പോയി. കാരണം കളിയാക്കലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ഒരു ഫീലിംഗ് ഇതാണ്. പ്രശ്നങ്ങളില്ലാന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ പോസിറ്റീവ് സൈഡ് ആദ്യം പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യമുണ്ട്. പിന്നെ ഒരു ഗുണം ഞാൻ കണ്ടത് കമ്മ്യൂണിക്കേഷനിൽ. ഒരു ചീഫ് മിനിസ്റ്റർ എന്നുള്ള നിലയ്ക്കും ഗവൺമെൻറ് എന്നുള്ള നിലയ്ക്കും ഏറ്റവും നല്ല കമ്മ്യൂണിക്കേറ്ററാണ് സതീശൻ. തീർച്ചയായിട്ടും ബുധനാഴ്ചകൾ നടത്തുന്ന ഇപ്പം എന്താ പറ്റുക വെച്ചാൽ വ്യാഴാഴ്ച മുതൽ അടുത്ത ബുധനാഴ്ച വരെയുള്ള എല്ലാ വിമർശനങ്ങളും ഏതാണ്ട് ബുധനാഴ്ച തീരും. പക്ഷേ ഇടയ്ക്ക് ചില ഫാക്ച്വൽ എറേഴ്സ് അല്ല അതൊക്കെ ഉണ്ടാവും. ഞാൻ അതൊന്നും ഇല്ല എന്ന് പറഞ്ഞില്ല. പക്ഷേ സതീശൻ കുറച്ച് ഓവർ ടോക്കിംഗ് ആണെന്ന അഭിപ്രായമുള്ള ഒരാളാണ്. ഇത്രയൊന്നും എക്സ്പോസ്ഡ് ആവേണ്ട കാര്യമില്ല. കാര്യം പറയേണ്ടത് ആവശ്യമുള്ള കാര്യം പറഞ്ഞാൽ മതി, ആവശ്യമില്ലാത്ത കാര്യത്തിലേക്ക് പോകണ്ട. ഇപ്പോൾ ഉദാഹരണത്തിന് എല്ലാ സമ്മേളനത്തിലും വന്നിരുന്ന് ദേശാഭിമാനി കൈരളി എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. ദേശാഭിമാനി കൈരളിയും അല്ലെങ്കിൽ അതുപോലുള്ള ചാനലുകൾ അതിനു വേണ്ടിയുള്ളതാണ്. അത് സതീശൻ പറയണ്ട, നമുക്കറിയാതെ. ഇപ്പോൾ ദേശാഭിമാനി ഒരു സാധനം എഴുതുന്നു, മാതൃഭൂമി എഴുതുന്നു, മനോരമ എഴുതുന്നു, കേരളകൗമുദി എഴുതുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ കൃത്യമായിട്ട് വായിക്കുന്ന ആൾക്ക് മലയാളിക്ക് നല്ല ബോധ്യമുണ്ട് എന്താണ് എടുക്കേണ്ടതെന്ന്. അതുകൊണ്ട് ദേശാഭിമാനിയാണ് കൈരളിയാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചാനലാണെന്നൊന്നും പറയേണ്ട കാര്യമില്ല. അത് ചെയ്യുക എന്നുള്ളത് അത് ഒരു ഓവർ എക്സ്പോഷർ സതീശൻ ഉണ്ടായി. അത് കുറയ്ക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണം. ഇപ്പോൾ പത്രസമ്മേളനം കുറെ കൂടിയൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. അത് അദ്ദേഹം പ്രതിപക്ഷ നേതാവാണല്ലോ ആയിരുന്നു. പ്രതിപക്ഷ നേതാവ് ഇന്ന് മുഖ്യമന്ത്രിയിലേക്ക് വരുമ്പോൾ പ്രതിപക്ഷ നേതാവ് പരമാവധി എക്സ്പോഷർ കിട്ടാനല്ലേ. മുഖ്യമന്ത്രിക്ക് അത് വേണ്ട. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ വിമർശനം വരുമ്പോൾ അത് അറിയാതെയാണെങ്കിലും കറക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് പലതും. ഇപ്പോൾ സണ്ണി ജോസഫിന്റെ അത് മുതൽ തുടങ്ങിയ സമയത്ത് ഒരുപാട് അല്ല ഞാൻ പറഞ്ഞത് ആ നിയമനം പുതിയതൊന്നുമല്ല കേരളത്തിൽ. ശ്രീമതി ടീച്ചറെ പറ്റി നമുക്ക് ഓർമ്മയുണ്ട്. ശ്രീമതി ടീച്ചറെ മരുമകളെ മറ്റേ കുക്കായി നിയമിച്ച് സെക്രട്ടറിയാക്കി മാറ്റിയതൊക്കെ. പക്ഷെ അത് ഇവരുടെ എക്സ്ക്യൂസ് അല്ല, അത് ഇവർക്കുള്ള എക്സ്ക്യൂസ് അല്ല. കാരണം സണ്ണി ജോസഫിന്റെ അളി എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാവാണ്. അയാൾ വെറുതെ വഴിയിൽ ഇറങ്ങി കയറി മരുമകനായിട്ട് വന്നതല്ല, ജില്ലാ പഞ്ചായത്ത് മെമ്പറൊക്കെയായിരുന്നു. ഞാൻ പറഞ്ഞത് എങ്കിൽ പോലും അതുപോലെ ആ പ്രദീപിനെ നിയമിച്ചത്, ദേവസ്വം ബോർഡിലെ പ്രദീപിനെ നിയമിച്ചത്, അത് പക്ഷെ ഞാൻ പറഞ്ഞത് അത് കറക്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. നേരെ മറിച്ച് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുള്ള പ്രശ്നം എന്താ, എന്ത് വിമർശനം വന്നാലും പിണറായി വിജയൻ അനങ്ങൂല. അതാണ് VS ഉണ്ടായിരുന്നെങ്കിൽ, VS സജീവമായിരുന്നെങ്കിൽ പിണറായി വിജയൻ സർക്കാർ ഇത്രയും താഴേക്ക് പോകില്ല. കാരണം VS അത് ഉയർത്തും, ഇങ്ങനെ പ്രശ്നമുണ്ട്, നിങ്ങളത് പറ്റില്ല, ഇയാളെ മാറ്റണം, ഇത് ശരിയല്ല എന്നൊരു ഉയർത്താൻ CPM-നകത്തുള്ള ഒരു ഫോഴ്സ് ഇല്ല. കോൺഗ്രസ്സിൽ അച്ചടക്കമൊന്നുമില്ല, നമുക്കറിയാം. കോൺഗ്രസ് ആദ്യം അങ്ങനെയാണ്, ആർക്ക് വേണമെങ്കിൽ കയറാം, ആർക്ക് വേണമെങ്കിൽ ഇറങ്ങാം. പക്ഷേ അതിനുള്ളൊരു ഗുണം എന്താ വെച്ചാൽ ഈ സെൽഫ് കറക്ഷൻ സാധ്യത കൂടുതലാണ്. ഇപ്പം മദ്യനിയമം എന്നപ്പോൾ ഞാൻ ടാക്സ് നിശ്ചയിച്ചുള്ളൂ, മദ്യം കൊടുക്കണമെന്നുള്ളത് UDF തീരുമാനിച്ചാൽ എന്ന് പറഞ്ഞു. മദ്യനയത്തിന്റെ പ്രശ്നം പോയി, സുധീരനടക്കം പറഞ്ഞു ശരി UDF തീരുമാനിക്കട്ടെ. ഞാൻ പറഞ്ഞത് നേരെ മറിച്ച് ഇപ്പോൾ LDF ആണെങ്കിൽ അങ്ങനെയല്ല, നീതി നിശ്ചയിക്കും, ആര് പറഞ്ഞാലും അത് നടപ്പാക്കും. കാരണം അപ്പോൾ നമ്മൾ അങ്ങനെയാണ് നമ്മൾ കാണുക. ശക്തനായ ഭരണാധികാരി ശക്തൻ മാത്രമായ പോരാ, ജനങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളുമാണ്. അതാണ് വിമർശനം. ജനങ്ങളിൽ നിന്ന് വന്ന ഒരാൾ, ജനങ്ങളിൽ നിന്ന് വന്ന ഒരാളും അല്ല, പിണറായി ജനങ്ങളിൽ നിന്ന് വന്ന ആൾ തന്നെ അല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഭരണാധികാരി എന്ന നിലയ്ക്ക് നിങ്ങളുടെ ഒരു വിമർശനം വന്നാൽ ആ വിമർശനം കേൾക്കുന്ന, അതിന് വേണമെങ്കിൽ തിരുത്തൽ വരുത്തണമല്ലോ. തിരുത്തൽ വരുത്തുന്നതല്ലേ അതിന് ശരി. കാരണം ഞാൻ തിരുത്തില്ല, എൻ്റെ തീരുമാനം അന്തിമമാണ് എന്ന് ഒരു ഭരണാധികാരി പറയാൻ പാടില്ല ജനാധിപത്യത്തിൽ. ആരായാലും, അത് മോഡിയായാലും
സതീശനായാലും പിണറായി ആയാലും വേറെ ആരായാലും പറയാൻ പാടില്ല. അല്ലെങ്കിൽ അത്രയ്ക്കും കറക്റ്റായ കാര്യങ്ങളെ പറയാൻ പാടില്ല. ചിലപ്പോൾ അത് പറ്റില്ല. ഒരു കൂട്ടുകക്ഷി ഭരണമാണ്, കോൺഗ്രസ് പോലൊരു പാർട്ടിയാണ്, പല അഭിപ്രായങ്ങൾ വരും, പല തർക്കങ്ങൾ വരും. ഇപ്പോൾ കോൺഗ്രസിൽ എന്തൊക്കെ നോക്കണം? ജാതി നോക്കണം, മതം നോക്കണം, പ്രദേശം നോക്കണം, സാമുദായിക സമവാക്യം, ഗ്രൂപ്പ് സമവാക്യം, ഇതൊക്കെ നോക്കി പിന്നെ അയാളുടെ ശേഷി നോക്കണം. അതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രി 10 ദിവസം എടുത്തു. KPC പ്രസിഡന്റ് ഏതാണ്ട് 3 മാസമായി, ഇപ്പോഴും ആയിട്ടില്ല. അപ്പൊ ഇതൊക്കെ വരും. ഞാൻ അതിനെ കുറ്റം പറയല്ല, പക്ഷെ അതിലൊരു ഗുണവും ദോഷമുണ്ട്. ഞാൻ അതുകൊണ്ട് അവരെ പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ PM ശ്രീ പോലെയുള്ള പദ്ധതി വിവാദം വരാൻ പോണ ഒരു പ്രശ്നം PM ശ്രീ. PM ശ്രീ നടപ്പാക്കരുതെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. PM ശ്രീ നടപ്പാക്കില്ല, UDF നടപ്പാക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പൊ എങ്ങനെ PM ശ്രീ ആയിട്ട് മുമ്പോട്ട് പോകും? ഒപ്പിട്ട കരാറാണ്. കരാറിന്ന് പിൻവാങ്ങാന്ന് പറഞ്ഞാൽ കരാറനുസരിച്ച് പിൻവാങ്ങാൻ പറ്റില്ല, ഏകപക്ഷീയമായി പിൻവാങ്ങാം. പിന്നെ അതിന്റെ നിയമ നടപടിയോ എന്താണ് അതൊന്നും ഉണ്ടാവില്ല. എനിക്ക് വേണമെങ്കിൽ പിൻവാങ്ങാം. കരാർ ഒരു ധാരണാപത്രം മാത്രമാണ്. ധാരണാപത്രം അല്ലെ, ധാരണാപത്രം ആണെങ്കിലും നിങ്ങൾ ഒപ്പിട്ടല്ലേ, ഒപ്പിട്ട് കഴിഞ്ഞാൽ രണ്ടുപേരും ഒപ്പിട്ടല്ലേ ദിശ കോൺട്രാക്ട്. MOU ആണെങ്കിലും കോൺട്രാക്ട് അല്ലേ. അപ്പൊ പിന്മാറാൻ കേരളത്തിന് പറ്റില്ല. അർത്ഥത്തിൽ കേരളത്തിന് പിന്മാറുക എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഗതിയില്ല, അതിൽ ക്ലോസ് ഇല്ല. പക്ഷെ കേരളത്തിന് ഏകപക്ഷീയമായി രാഷ്ട്രീയമായി പിന്മാറാം. സതീശൻ സർക്കാർ, UDF സർക്കാർ ചെയ്യേണ്ടത് അതിന്ന് രാഷ്ട്രീയമായി പിന്മാറുകയാണ്. താത്വികമായി പിന്മാറലോ അല്ലെങ്കിൽ ലീഗലായി പിന്മാറലോ അല്ല, രാഷ്ട്രീയമായി പിന്മാറും. അതിനുള്ള ധൈര്യം കഴിഞ്ഞ സർക്കാരിന് ഉണ്ടായില്ല. നിങ്ങൾ പിന്നെ പറയാം, അങ്ങനെ പറയാം, ഇങ്ങനെ പറയാന്ന് പറഞ്ഞ് മാറ്റി വെക്കിയത് ക്യാപ്റ്റൻ അബയൻസ് ആണ്. ക്യാപ്റ്റൻ അബയൻസ് അല്ല. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്. PM ശ്രീ അടുത്ത് മാർച്ച് തീരുകയാണ്, 2027 മാർച്ച് തീരുകയാണ്. അപ്പൊ മാർച്ച് വരെ ഇങ്ങനെ നീട്ടിപ്പോയാൽ മതി. 6 മാസം 7 മാസം കൂടെ 6 മാസം ഉള്ളൂ. മാർച്ച് വരെ ഇങ്ങനെ നീട്ടിപ്പോയാൽ അങ്ങനെ ചെയ്യാറ്. പിന്നെ പുതുക്കണമെന്നുള്ളത് കഴിഞ്ഞിട്ടല്ലേ. ഞങ്ങൾ ഇങ്ങനെയാണ് ഒപ്പിടുള്ളൂ എന്ന് പറയും, ഇങ്ങനെ അല്ലെങ്കിൽ ഒപ്പിടില്ല എന്ന് പറയും. പിന്നെ മുഖ്യമന്ത്രി VD സതീശനെതിരെ ഇടതുപക്ഷം അല്ലെങ്കിൽ പ്രധാനമായി ഉയർത്തുന്ന ഒരു ആരോപണമാണ് ഈ കേന്ദ്ര സർക്കാരുമായിട്ട് ഒരു ധാരണയിലാണ് പോകുന്നത് എന്നുള്ളത്. അല്ല, അതിപ്പോ ഞാനത് പറയില്ല. ഒരു മുഖ്യമന്ത്രി, ഇപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്ന കാലത്ത് ഞാൻ 10 വർഷം, നിങ്ങളൊക്കെ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആളുകളല്ലേ, മോഡിക്കെതിരെ പേരെടുത്ത് പറഞ്ഞൊരു വിമർശനം കാണിച്ചു തരാൻ പറ്റുമോ? പറ്റില്ല. കാരണം മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും 2 പൊസിഷനാണ്. ഞാനതിനെ അങ്ങനെ കുറ്റം പറയല്ല. ഇനി സതീശന്റെ കാര്യത്തിൽ, സതീശൻ എന്നല്ല ഏത് ഗവൺമെന്റ് വന്നാലും രാഷ്ട്രീയമായി ഇവരുമായിട്ട് എങ്ങനെ പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം. മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ ഇല്ല. ഇപ്പൊ നിതിൻ ഗഡ്കരിയും പിണറായി വിജയനുമായിട്ട് എന്തടുപ്പായിരുന്നു? നിതിൻ ഗഡ്കരി എന്ന് പറഞ്ഞാൽ RSSന്റെ ഏറ്റവും നല്ല പുത്രനാണ്. നിതിൻ ഗഡ്കരിയും പിണറായി വിജയനുമായിട്ട് എത്ര പറഞ്ഞു? അപ്പൊ അതുകൊണ്ട് പിണറായി വിജയൻ നിതിൻ ഗഡ്കരിയുടെ ആളാണെന്ന് ഞാൻ പറയില്ല, നമ്മൾ പറഞ്ഞിട്ടുമില്ല. കേരളത്തിലെ ദേശീയപാത നന്നാക്കാൻ നിതിൻ ഗഡ്കരിയുടെ സഹായം വേണമെങ്കിൽ മേടിക്കണം. കാരണം അത് നിതിൻ ഗഡ്കരിയുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന പൈസ അല്ലല്ലോ അത്. ഇപ്പൊ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് വളർച്ചയ്ക്ക് പൈസ വേണമെങ്കിൽ കേന്ദ്ര സർക്കാർ തരേണ്ടതാണ്. കാരണം വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിൽ പെട്ടതാണ്. വിദ്യാഭ്യാസത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ ചെലവാക്കുന്നതിന്റെ ഇത്ര ശതമാനം കേരളത്തിന് അർഹതപ്പെട്ടതാണ്. തീർച്ചയായിട്ടും അത് മേടിക്കാൻ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയെ കാണാൻ പോയി, അത് പറയാൻ പറ്റും? അതൊന്നും ഞാൻ അങ്ങനെയല്ല കാണുന്നത്. പക്ഷേ രാഷ്ട്രീയമായി എന്ത് നിലപാടെടുക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിലെനിക്ക് കണ്ട ഒരു കാര്യം, ഇപ്പോൾ സ്വാതന്ത്ര്യ ദിനത്തിൽ വന്ദേ മാതരം ആലപിച്ചില്ല. സ്വാതന്ത്ര്യത്തിൽ വന്ദേ മാതരം ആലപിച്ചില്ല. പിന്നെ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ചെയ്തത് ഗവർണറുടെ ചടങ്ങ്, അത് കാര്യമാണ്. ഗവർണർ ആലപിച്ചു. ഗവർണറുടെ വിശ്വാസം അയാൾക്ക് ആലപിക്കണം എന്നാണ് ലോക ഇതില്. അയാൾ ആലപിച്ചു, അയാളുടെ ചെയ്തോട്ടെ, അത് നമുക്ക് വേണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ സ്റ്റേറ്റിന്റെ ചടങ്ങിൽ അത് ആലപിക്കുമല്ലോ എന്നായിരുന്നു ചോദ്യം. സ്റ്റേറ്റ് ആലപിച്ചില്ല. ഒരു മലയും മറിഞ്ഞു വീണില്ല അവിടെ.